ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയാലോ എന്ന്. അടിപൊളി ടേസ്റ്റിയും അതുപോലെ നമുക്ക് ആരോഗ്യം കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ എല്ലാവർക്കും? കാണുമ്പോൾ മനസ്സിലാവാൻ ആദ്യം ഒരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. വേറെ ഒന്നും അല്ല, ഐറ്റം നമ്മുടെ തെങ്ങിൻ്റെ പൂക്കൊലയാണ് കേട്ടോ. ഇത് കിട്ടാൻ ഇത്തിരി പാടാണ്. എവിടെയെങ്കിലും തെങ്ങ് മുറിക്കുന്നവരെയോ മറിഞ്ഞ് വീഴുന്നവരെയൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഇക്ക കൊണ്ട് തന്നതാണ് ഇത് കേട്ടോ. നമ്മൾ ഒരു വീട് പണി ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരെണ്ണമാണ്. 2 ഉണ്ടായിരുന്നു, കൊണ്ട് തന്നതാണ്. അപ്പോൾ അതേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന കാര്യം ഇത്തിരി റിസ്ക്കാണ്. നല്ലോണം ഇച്ചിരി ബലം കൊടുത്താലേ ഇതങ്ങോട്ട് ഇങ്ങനെ കീറി മാറ്റി ഇതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതിനെ വേറെ ഇതൊന്നും ആവാത്തത് കൊണ്ട് ക്ലീൻ ചെയ്ത് പ്രത്യേകിച്ച് വെള്ളത്തിലൊന്നും കഴുകിയെടുക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് പ്യുവറാണ് സംഭവം. നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായ കരിപ്പട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കരിപ്പട്ടി കുറച്ച് മതി, ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് പച്ചരി, ഒരു കൈപ്പിടി മതി കേട്ടോ, ഒരുപാട് പച്ചരി വേണ്ട. അതുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്താണ് നമ്മളിത് എടുക്കേണ്ടത്. കുറച്ച് അരയ്ക്കാൻ ആവശ്യമായ ഒരു വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേ അതിൻ്റെ നിറമൊക്കെ മാറി വരും. ഒരു ലൈറ്റ് റെഡിഷ് കളറായിട്ട് ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് നമ്മളിത് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പോട്ടെ നമ്മളെടുക്കുന്ന പാനിലോട്ട് മാറ്റി കൊടുക്കുക. അതേ കണ്ടോ, ആ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന സമയത്തിന് ആ മുകളിൽ തന്നെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ആ കളർ മാറിയിട്ടില്ല. ആ കളർ ചേഞ്ച് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് അങ്ങനെ എടുത്തത്. അതിനുശേഷം ആ ഒരു കരിപ്പൊട്ടിയുടെ ലിക്വിഡിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കുറച്ചുകൂടെ മധുരം പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര തിക്കായി പോവും. നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴേക്കും ഭയങ്കര തിക്കായി പോവും. പിന്നെ ആ ഒരു ഹൽവയുടെ ടെക്സ്ചറിലൊക്കെ കഴിക്കുന്നവർക്ക് ആ ഒരു തിക്നെസ് കുഴപ്പമില്ലായിരിക്കും. അതിനുശേഷം നമ്മൾ ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കാരണം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയിടക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചൂടായി വരുമ്പോഴത്തേനും ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക, അതൊക്കെ ഓപ്ഷണലാണ്. ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് കുറുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഇത് നല്ല ഈസിയാണ്, നല്ല ഹെൽത്തിയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നാടൻ ഐറ്റംസ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് വേറെ നഷ്ടമൊന്നും വരാനില്ല. നമ്മൾ ഹെൽത്തിയാണ് അല്ലേ, നല്ല ആരോഗ്യം നൽകുന്നതാണ്. നടുവേദന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, നടുവിനൊക്കെ നല്ലൊരിതാണ്. ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്ക് അറിയില്ല, കൂടുതൽ വിശദീകരിക്കാനും പറഞ്ഞ കേൾവി മാത്രമേ ഉള്ളൂ. കേട്ട കേൾവിയാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നല്ല ഹെൽത്തിയാണ്. അതുപോലെ പ്രസവരക്ഷാ മരുന്നിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇതിങ്ങനെ കുറുക്കി കൊടുക്കാറുണ്ട്, അവസാനത്തെ മരുന്നായിട്ട് കുറുക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ്. പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇത് തിളച്ച് പൊട്ടി ദേഹത്തൊക്കെ തെറിക്കും, നല്ല പൊള്ളും. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ.